ഇനി നമുക്ക് ശശികുമാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ യോഗ്യതകളൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചോദ്യമാണ് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടതെന്ന് അറിയില്ല. സയൻസ് ചോദിക്കണോ, പുരാണങ്ങൾ ചോദിക്കണോ, സമകാലിക പ്രശ്നങ്ങൾ ചോദിക്കണോ ഒന്നും അറിയില്ല. എന്നാലും അദ്ദേഹത്തിനോട് ചോദിക്കണം. അദ്ദേഹം ബേസിക്കലി ശാസ്ത്രജ്ഞനാണല്ലോ. ഭാഗവതം അകത്തേക്ക് പഠിപ്പിക്കുന്നു, ശാസ്ത്രം പുറത്തേക്ക് പഠിപ്പിക്കുന്നു. ഇതിനകത്തൊരു വൈരുദ്ധ്യതയുണ്ടല്ലോ. ഇതിനകത്ത് ഇൻപുട്ട് ഏതാണ്, ഔട്ട്പുട്ട് ഏതാണ്? കാരണം ഇന്ന് ശാസ്ത്രമെന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിലൊക്കെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന റീല് യഥാർത്ഥ മനുഷ്യരുടേതാണോ അതോ AI ഉപയോഗിച്ച് സൃഷ്ടിച്ച മനുഷ്യരുടേതാണോ എന്നറിയാൻ വയ്യാത്ത രീതിയിലേക്ക് കാലഘട്ടം പോകുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ധാർമ്മികത ഇല്ലാതാവുകയാണ് എന്ന് ഒരു ശരാശരി വ്യക്തി ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കുമോ? ശാസ്ത്രത്തിൻ്റെ ധാർമ്മികത എപ്രകാരമാണ്? നമുക്കറിയാം, ഒരു കഥാപാത്രമുണ്ട് ഫ്രാങ്കൻസ്റ്റീൻ. സൃഷ്ടാവിനെ തന്നെ കൊന്ന ആ സൃഷ്ടി അതേപോലെ ആയി മാറാനുള്ള സാധ്യത ഒരു സാധാരണ വ്യക്തി ദർശിച്ചാൽ സാർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം. ഞാൻ നന്ദി പറയേണ്ടത് ലക്ഷ്മിജിയോടാണ്. എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ വെള്ളം കൊണ്ട് തന്നു. വെള്ളം കുടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും. കൗസ്തുഭത്തിലെ ആദ്യമായിട്ട് എന്നെ കൊണ്ടുവന്ന വാസുദേവൻ ജി ഇവിടെ ഉണ്ടായിരുന്നു. 23 വർഷം മുമ്പ് ഈ സ്റ്റേജിലൊരു പ്രോഗ്രാമിന് ശേഷം തിരിച്ച് തൃശ്ശൂർ ഈ ഓഡിറ്റോറിയത്തിൽ ആദ്യമായിട്ട് വരികയാണ്. ഇദ്ദേഹം പറഞ്ഞ ചോദ്യത്തിൽ കുറേ പെശകുണ്ട്. ആ പെശക് എന്ന് പറയുന്നത് ശാസ്ത്രം എന്നതിൻ്റെ ഡെഫിനിഷനാണ്. സംഗീതം ശാസ്ത്രമാണ്, ആണോ അല്ലയോ? ഇപ്പം ഈ ഒരു പ്രോഗ്രാമിന് മുമ്പ് സംഗീതം ഉണ്ടായിരുന്നു. അത് ശാസ്ത്രമാണ് ഭാരതത്തിന് പുറത്ത് ശാസ്ത്രമല്ല. ഇപ്പോഴും ഭാരതത്തിൽ ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന് കൊടുത്ത ശാസ്ത്രമല്ല. സംഗീതം BA ആണ്, സൈക്കോളജി BA ആണ്. അപ്പോൾ BA കൊടുക്കുന്ന ഒന്നും ശാസ്ത്രമല്ല എന്നാണ്. ഞാൻ വരുന്നത് തെലുങ്കാനയിൽ നിന്നാണ്. പണ്ട് ആന്ധ്രാപ്രദേശായിരുന്നു. അവിടെ ഒരു മഹാനായ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ മെഡിക്കൽ ഷോപ്പുകൾ കാണാം. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ മെഡിക്കൽ ഷോപ്പ് കാണാം, ഫെർട്ടിലൈസർ കാണാം. ഒരു കെമിസ്റ്റായിരുന്നു, ഒരു ബയോളജിസ്റ്റായിരുന്നു. നാഗാർജുന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. നാഗാർജുന ശാസ്ത്രത്തെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലോകാനാം ഉപകാരായ ഏതത് എന്നാണ്. എന്താണോ ലോകത്തിന് ഉപകരിക്കുന്നത്. കുറേ ഉണ്ട്, അതുകൊണ്ടാണ് അവസാന വാക്ക് മാത്രം പറഞ്ഞു നിർത്തുന്നത്. ന ശ്രുതോ ന ഗുരുദർശിത. ആരെങ്കിലും ഗുരുക്കന്മാർ പറഞ്ഞാൽ അത് ശാസ്ത്രം, അങ്ങനെയല്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതല്ല ശാസ്ത്രം. മനുഷ്യന് ഉപയോഗമുള്ളതൊക്കെ ശാസ്ത്രം എന്നാണ്. അപ്പോൾ ഞാൻ PhD മാത്തമാറ്റിക്സ് ആണ്. അത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് നമ്മൾ നിന്നാലും താഴത്തേക്ക് പോകുന്നില്ല, മുകളിലേക്കും ഒക്കെ ഒരേ പ്രഷറിലാണ് പോകുന്നത്. അതാണ് എൻ്റെ ഒരു ഗവേഷണം. ഞാൻ കൊടുത്താൽ എനിക്ക് PhD കിട്ടും, ഞാൻ സയൻറ്റിസ്റ്റായി, ശാസ്ത്രജ്ഞനായി. അത് തെറ്റാണെന്ന് ഇദ്ദേഹം എഴുതിയാൽ ഇദ്ദേഹത്തിനും PhD കൊടുക്കും. എൻ്റെ PhD ആരും എടുക്കില്ല. അതാണ് ഇന്നത്തെ ശാസ്ത്രം. ഭാരതീയ ശാസ്ത്രം എന്ന് പറയുന്നത് പൂർവമായിട്ടും സനാതനമായിട്ടും നിത്യനൂതനമായി ചിരപുരാതനമായി നിൽക്കുന്ന വലിയൊരു ശാസ്ത്രമാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു നിർവചനം ആർക്കും പറയാൻ പറ്റില്ല. എനിക്കുപകാരമുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. ഇപ്പോൾ AI എന്നൊക്കെ പറയുന്ന ഇന്നുള്ള കാര്യമാണ്. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ 84-86 MSc പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ വന്ന കാലമാണ്. ആകെ 3 ടെക്സ്റ്റ് ബുക്കില്ല ലൈബ്രറിയിൽ, ഒറ്റ ബുക്കേ ഉള്ളൂ. ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും 3 മാസത്തെ കോഴ്സ് പഠിപ്പിക്കാൻ അറിവില്ലാത്ത മാഷന്മാരായതുകൊണ്ട് ഓപ്പറേഷൻ റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും കൂട്ടിയിട്ടാണ് ഒരു കോഴ്സ് കൊടുത്തത്. അന്ന് അവിടെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാൾ ഞാനുമാണ്. അതേ സ്ഥലത്ത് പിന്നെ മൾട്ടിമീഡിയ പഠിപ്പിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. മൾട്ടിമീഡിയയിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാലത്ത് ഇതിനെയൊക്കെ എതിർക്കും. ഇന്ന് AI കുറിച്ച് വല്ലാണ്ട് ഭയമുണ്ട്. AI ഒക്കെ ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ ഈ AI ഒന്നും ഉണ്ടാവില്ല. അതിനേക്കാളും വലിയ മഹാന്മാർ വരും. ഇപ്പം നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഡാറ്റാ സയൻസ്. ഇപ്പം ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ 2-3 ദിവസം ബാംഗ്ലൂർ പോകുന്നത്
ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നൊരു കോൺഫറൻസിനാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളോ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറോ ഒന്നും വർക്ക് ചെയ്യില്ല. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ മൂലക്കിടേണ്ടി വരും. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ വലിയ TV ഉണ്ടായിരുന്നു അല്ലേ? ഗർഭിണികളുടെ വയറ് പോലെയായിരുന്നു എൻ്റെ പിൻഭാഗം. ആ സമയത്ത് മനുഷ്യന്മാരൊക്കെ മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. പിന്നെ TV ചെറുതായി, മനുഷ്യന്മാർ ഭയങ്കര തടിച്ചപ്പോഴാണ്, ഇതാണ് ടെക്നോളജി ഡെവലപ്മെൻ്റ് എന്നാണ് പറയുക. കാരണം മടിയന്മാരായി റിമോട്ട് വെച്ചിട്ട്, അതാണ് ടെക്നോളജി. ഈ ടെക്നോളജിക്കൊക്കെ വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അകത്തും പുറത്തും എന്ന് പറയുമ്പോൾ എന്തോ അതിന് വിഭജിക്കുന്ന എന്തോ ഉണ്ടെന്നർത്ഥം. അതില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ. അപ്പം ഞാൻ പറയാറുണ്ട്, ഇതാണ് എൻ്റെ വീട് എന്ന് ഞാൻ പറയുമ്പോൾ, നിങ്ങളുടെ വീട് ഏതാ? ആ ചുമരാണോ, കതകാണോ, ജനലാണോ, ഏതാ നിങ്ങളുടെ വീട്? ഞാനിപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് വിചാരിക്കുക. ഇപ്പോൾ 13ാമത്തെ ഫ്ലോറിലാണ്. 12ാമത്തെ ഫ്ലോറിൻ്റെ ഫ്ലോറാണോ എൻ്റെത്, അല്ല 14ാമത്തെ ഫ്ലോറുകാരൻ്റെ റൂഫാണോ എൻ്റെത്? നിങ്ങൾക്ക് ആർക്കും ഉത്തരം പറയാൻ പറ്റുമോ? ഏതാ എൻ്റെത്? എൻ്റെ വീട് ഏതാ? അതിനകത്തുള്ള വായുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുമരിലല്ല, കതകിലല്ല, ജനലിലല്ല, റൂഫിലല്ല, ഫ്ലോറിലും അല്ല. നമ്മൾ ജീവിക്കുന്ന ആ വായുവിലാണ്. ആ വായുവും പുറത്തെ വായുവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? അപ്പം ഞാൻ എവിടെയാണ് ജീവിക്കണേ? അപ്പം ഞാൻ അതിനകത്തിന് പകരം ഞാൻ പുറത്താണ് എൻ്റെ ലോകമെന്ന് പറഞ്ഞാലോ, എനിക്ക് വലിയൊരു വീടില്ലേ? ഞാൻ ഡൽഹിയിൽ ജോലി കിട്ടിപ്പോയ സമയത്ത് പലരും ചോദിക്കും എവിടെയാണ് താമസിക്കണതെന്ന്. ഞാൻ പണ്ടൊരു വീട് ഇവിടെ ഉണ്ട്, എനിക്ക് പഴയ വീടാണ്. അതിന് ചുറ്റും നിങ്ങളൊക്കെ കുറേ റൗണ്ട് പോകും. നമുക്കൊക്കെ ഒരു ഡൽഹിയിൽ വീടുണ്ട്. ഉണ്ടോ? നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഡൽഹിയിൽ വീട്? ഉണ്ടോ? പല പ്രാവശ്യം ഡൽഹിയിൽ പോകുമ്പോൾ അവിടെയൊക്കെ കാണും, ഇതാണ് നമ്മുടെ വീടെന്ന് പറയാൻ പറ്റും. അതിന് പാർലമെൻറ്റ് ഹൗസ് എന്നാണ് പറയാം. നമ്മുടെ വീടാണോ അല്ലയോ? ആണ്. പാർലമെൻറ്റ് ഹൗസ് നമ്മുടെ വീടാണ്, ആണോ അല്ലയോ? ആ ബോധം നമ്മളിലുണ്ടെങ്കിൽ അകവും പുറവും എന്നൊരു വ്യത്യാസമില്ല. ഈ ബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന ശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്ന എല്ലാ ഭാരതീയ ശാസ്ത്രവും. അകവും പുറവും, അതുകൊണ്ടാണ് ഞാൻ പെശകുണ്ടെന്ന് പറഞ്ഞത്. അകവും പുറവും എന്ന് കാണുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. നമ്മുടെ ബുദ്ധിയുടെ 1% മാത്രം സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള AI ഉപയോഗിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഫീഡ് ചെയ്തിട്ടുള്ള സംഭവത്തിൽ നിന്ന് പുറത്തെടുത്ത് തരുന്ന ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ് AI. അതാരാ അതിനകത്ത് ഫീഡ് ചെയ്തത്? നമ്മളെപ്പോലെയുള്ള കുറേ പേര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാപ്പിംഗ് ഫ്രം സ്പേസ് എന്നാണ്. നിങ്ങളൊക്കെ ഇന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമല്ലോ. അപ്പം നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഇതിൽ തിരക്കുണ്ട്, 2 മിനിറ്റ് ലേറ്റാണ്. ഇത് ആരാ 2 മിനിറ്റ് ലേറ്റ് ആവുമെന്ന് ആ കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചത്? അതുവഴി പോകുന്ന വണ്ടികളുടെ സ്പീഡ് കുറച്ച് കൂടുതൽ സമയമെടുത്തു എന്നറിയുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്തിട്ട് നിങ്ങളിൽ പലരും ചെയ്തിട്ടുള്ള കാര്യം വേറൊരാളെ അറിയിക്കുന്ന ഒരു കാര്യം. അത്രയൊക്കെ ഉള്ളൂ. ഇത് ഇന്നുണ്ടായതാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാരദൻ ചെയ്തത് എന്താ? ഇതേ പരിപാടിയാണ്. പല സ്ഥലത്തുനിന്നും വിവരം ശേഖരിക്കുക, വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കുക, ആണോ അല്ലയോ? നമ്മൾ ഈ പുതിയതായിട്ട്, അതാണ് ഭാഗവതത്തിൻ്റെയും ഭാരതീയ സംസ്കാരത്തിൻ്റെയും ഭാരതീയ കഥകളുടെയൊക്കെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞ സ്ഥിതപ്രജ്ഞാവസ്ഥ, ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീത രാഗ ഭയ ക്രോധ. ഇതിനപ്പുറം ഒരു സ്ഥിതപ്രജ്ഞാവസ്ഥ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇതിനപ്പുറം നല്ലൊരു ഡെഫിനിഷൻ ലോകത്തിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇന്ന് എയർക്രാഫ്റ്റിലാണ് നമ്മൾ വരുന്നത്. തുരുതുരാ അങ്ങോട്ടും ഇങ്ങോട്ടും എയർക്രാഫ്റ്റ് ഓടുന്നുണ്ട്. ഏതെങ്കിലും ഒരാളോട് ചോദിച്ചു നോക്കുക എയർക്രാഫ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താന്ന്. കൃത്യമായിട്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ എത്രയോ ടെക്സ്റ്റ് ബുക്കുകളിൽ എയർക്രാഫ്റ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ദേശാന്തരം യദ്ബക്, ഒരു ദേശത്തിൽ നിന്നും മറ്റേ ദേശത്തിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന വാഹനത്തെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 3 തരത്തിൽ പോകാമല്ലോ. ഒന്ന് റോഡ് വഴി പോവാം, ഒന്ന് കടൽ വഴി പോവാം, ഒന്ന് ആകാശത്ത് നിന്നും. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ദ്വീപാന്തരം ചെയ്വ, ദ്വീപിൽ നിന്ന് ദ്വീപിലേക്ക് പോകണമെങ്കിൽ അപ്പോഴും 2 മാർഗമുണ്ട്. ഒന്ന് കപ്പലും ഉണ്ട് അല്ലേ? യോ അമ്പരേ ഗന്തുമർഹസി, ആകാശത്തിൽ പോകുന്ന സാധനം സവിമാന ഇതി പ്രോക്ത. എന്ത് ബെസ്റ്റ് ഡെഫിനിഷനാണെന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ എന്ത് വാക്കെടുത്താലും അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പറയാൻ ലോകത്തിൽ ഒറ്റൊരു നാട് മാത്രമേ ഇന്നും എന്നും ഉണ്ടായിട്ടുള്ളത് ഭാരതമാണ്. ഇദ്ദേഹം പറഞ്ഞ സമയത്ത് നമ്മൾ ഭഗവത്ഗീതയിൽ പലപ്പോഴും
പലപ്പോഴും എൻ്റെ അടുത്ത കാലത്ത് ഞാൻ എഴുതിയ ഭഗവത്ഗീത ബുക്ക് ദ ഗീത വേ എന്നാണ്. പുസ്തകത്തിൻ്റെ പേര് ദ ഗീത വേ. അമേരിക്കയിലുള്ള ഒരു സ്റ്റുഡൻറ്റ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിനൊക്കെ, ഞാനൊരു സൈക്കോ തെറാപ്പിസ്റ്റാണ്, സൈക്കോളജിയിലുള്ള പ്രശ്നങ്ങളാണ്, ആ ഓരോ ചോദ്യത്തിനും ഉത്തരം ഭഗവത്ഗീതയുടെ ഡെഫിനിഷൻ എടുത്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഗീതാവേ എന്ന പുസ്തകം. അതിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും പ്രശ്നം, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. മരണഭയം ഇല്ല, ആർക്കാ ഇല്ലാത്ത, എല്ലാവർക്കും ഉണ്ട്. 5-6 പ്രാവശ്യം ചത്ത എനിക്കില്ല, ഞാൻ 5 പ്രാവശ്യം ചത്തത്, ഇത് 6ാമത്തെ ജന്മം. ഭഗവാൻ തന്നെ വിട്ടതാണ് നമ്മളെ, ഇനി ഇയാൾ പോകുമ്പോൾ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ആ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. എന്താണ് നമ്മുടെ ധൈര്യം? നമ്മുടെ കൂടെ വേറെ ആരോ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം. അത് അമ്മ മരിച്ചാലും അച്ഛൻ മരിച്ചാലും നമ്മുടെ കൂടെ ആരോ ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടെ ഓടിക്കാൻ പറ്റുമോ? പോലീസ് പിടിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാവും. ഞാൻ തന്നെ പോലീസാണെങ്കിലോ? അപ്പൊ ആ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്തുണ്ടാവണം? എനിക്ക് എൻ്റെ ഉള്ളിൽ, ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം, എൻ്റെ ഉള്ളിലാണ്. അപ്പൊ ഞാൻ എന്തിനാ ഭയക്കണത്? ഇത് എന്നെക്കാളും വലിയ ഏതോ ഒരാളാണെന്നുള്ള ധാരണ കൊണ്ടാണ്. ആണോ അല്ലയോ? എനിക്ക് അതിനേക്കാളും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാ ഉത്തരവും തരും. ആ ഉത്തരം വേണ്ട വിധത്തിൽ നിങ്ങൾ ചോദിച്ചാൽ കിട്ടുന്നതല്ല, ഞാൻ ചോദിച്ചാൽ കിട്ടുക. ഓരോരാൾ ചോദിച്ചാലും വ്യത്യാസമാണ്. അപ്പോൾ എന്തിനാ പ്രത്യേകത? ക്കാണോ പ്രത്യേകത, ചോദ്യത്തിനാണോ? ക്വസ്റ്റ് എന്നാണ് അതിനർത്ഥം. അറിവ് എന്നുള്ളതിൻ്റെ ചോദ്യം എങ്ങനെ ചോദിക്കണം എന്നതിനനുസരിച്ച് ഉത്തരം തരുന്ന ഒരു മൃഗമാണ്, ഒരു വസ്തുവാണ്, ഒരു ബോധമില്ലാത്ത ബോധമാണ്. അല്ലേ? ബോധമില്ലാത്ത ബോധമാണ് എന്ത്? അപ്പൊ അതിനെങ്ങനെ ചോദിക്കണം? അതുകൊണ്ട് അല്ല ഗ്രേറ്റ്. അടുത്ത സയൻസ് അടുത്ത് വരുന്ന ഏറ്റവും കൂടുതൽ ജോലി കിട്ടാവുന്ന ജോലി ഏതാണെന്ന് ചോദിച്ചാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ്. എന്താണ് പ്രോംപ്റ്റ്? നാടകത്തിലൊക്കെ നമ്മൾ ഡയലോഗ് വിട്ടുപോയി കഴിഞ്ഞാൽ അടുത്ത് നിന്ന് പറഞ്ഞു തരുന്ന പ്രോംപ്റ്റിംഗ് ഇല്ലേ? ആ പ്രോംപ്റ്റ് കറക്റ്റ് ആണെങ്കിൽ ഉത്തരം കറക്റ്റായിട്ട് വരും. പ്രോംപ്റ്റിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാലോ? അപ്പോൾ ആണോ കേമൻ, ഞാനാണോ കേമൻ? നമ്മൾ ആണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായാൽ, ആ ബോധമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഒരു ദിവസം 100-ലധികം കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കും. അവരൊക്കെ അയക്കുന്നത് ഈ കോൺഫ്ലിക്റ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇത് പഠിക്കണോ അത് പഠിക്കണോ? എന്തേ അത് പഠിക്കാത്തത്? എന്തേ ഇത് പഠിക്കണത്? ചില എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് സിവിൽ എഞ്ചിനീയറിങ്ങിന് ഇൻഡക്ഷൻ, ഇതെന്തിനാ ഇത് ചേർന്നത്? അമ്മ പറഞ്ഞിട്ട്. എന്താ അമ്മ സിവിൽ എഞ്ചിനീയറോ? അല്ല, അമ്മയുടെ അടുത്ത അയൽവാസി വലിയ വീടെടുത്തിട്ടുണ്ട്, അയാൾ സിവിൽ എഞ്ചിനീയറാണ്. അപ്പം നമ്മുടെയൊക്കെ ധാരണ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്തിട്ടാണ്. ആ പുറത്ത് നോക്കുന്നത് കൊണ്ടാണ് ഭയം. നമ്മൾ പറഞ്ഞു തരുന്നത് പുറത്തല്ല നോക്കേണ്ടത്. എവിടെ നോക്കണം? നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. ആറ്റിറ്റ്യൂഡ്, സ്കിൽ, 2 കാര്യങ്ങൾ. ആറ്റിറ്റ്യൂഡ്, സ്കിൽ, പിന്നെ വേണ്ടത് ഓപ്പർച്യൂണിറ്റീസാണ്. നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ അടുത്ത കാലത്ത് കൊടുത്തുള്ള ഒരു ലെക്ചറിൽ പറഞ്ഞത്, ഇഫ് യു ഡോണ്ട് ലേൺ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്താക്കും. നിങ്ങളൊക്കെ ഒന്നിനും കൊള്ളാത്തവരാക്കും. നിങ്ങൾ അകത്ത് കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കീഴിൽ വന്ന് നിൽക്കും. അപ്പം നിങ്ങളാണോ വലുത്, ആണോ വലുത്? നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങളത് അടിച്ച് പുറത്താക്കും. കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്തായി, ഒരു ജോലിയില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന കമ്പ്യൂട്ടർ സയൻസാണ്. അപ്പം നമ്മൾ പഠിക്കാനുള്ളത് പഠിക്കണം. അതൊക്കെ പഠിക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന് അറിയണം. അതിനെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കണം. ആ കഴിവ് നമുക്കുണ്ട് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകുന്നതാണ്. ഇന്നിപ്പോൾ രാമായണ മാസമാണല്ലോ. ആ ബോധമില്ലാത്ത ഒരാൾക്ക് ബോധം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഹനുമാൻ ചാടാൻ പറ്റിയത്. ആ ബോധം നമ്മളിലൊക്കെ ഉണ്ടാക്കി തരാൻ ഒരു ജാമ്പവാൻ ഇല്ല എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ ദാരിദ്ര്യം. അതുണ്ടായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷനാവും. അപ്പം നമ്മൾ ജാമ്പവാന്മാരെ കണ്ടെത്തണം. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതെയാവും. നമ്മളുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തണം. അതാണ് വേണ്ടത്. എൻ്റെ ചോദ്യത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്കൂടെ ശരിയായ ദിശാബോധം പകർന്നു നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. തീർച്ചയായിട്ടും വളരെ ഇത്തരത്തിലുള്ള വേദികളിൽ കൂടി നമ്മളുടെ ജ്ഞാനത്തിനുപരിയാണ് ബാക്കിയുള്ളവരുടെ ജ്ഞാനമെന്ന് അംഗീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുക, അല്ലാതെ അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതുമല്ല എന്നുള്ള കൃത്യമായ മറുപടിയാണ് സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്.